തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് പുതിയ നിയമത്തിലെ ഒരു ദൈവവചന സന്ദേശമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാം വാക്യം. പുതിയ നിയമത്തിലെ ഒരു വാക്യമാണെങ്കിലും പഴയ നിയമത്തിലൊരു സംഭവത്തെക്കുറിച്ചാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്: ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനാവുക. നമുക്കങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനാകാൻ സാധിക്കുമോ? ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദാവീദിനെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനെ ദാവീദിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിട്ട് മാറാൻ എങ്ങനെ സാധിക്കും? നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ പലരും കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പറയാറുണ്ട്, അല്ലേ, അപ്പച്ചൻ്റെ മുഖം പോലെ, അമ്മൂമ്മയുടെ മുഖം പോലെ, അല്ലെങ്കിൽ അമ്മയുടെ ചായ പോലെ എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്നു ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അത് നമ്മുടെ ബാഹ്യമായ രൂപത്തെക്കുറിച്ചല്ലല്ലോ പറയുന്നത്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദാവീദിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് എഴുതിയത് അപ്പോസ്തല പ്രവർത്തനം 13-ാമത്തെ അധ്യായത്തിലാണ്. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം എഴുതിയത് വിശുദ്ധ ലൂക്കായാണ്. ലൂക്ക നമുക്കറിയാം അദ്ദേഹം വിജാതീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച ആളായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു ബിഷഗുരൻ അഥവാ ഡോക്ടറായിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിൽ പലരും ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, പഴയ നിയമം ശരിക്കും വായിക്കാതെയാണാവോ വിശുദ്ധ ലൂക്ക ഇത് എഴുതിയിരിക്കുന്നത്? കാരണം ദാവീദിൻ്റെ ജീവിതം നമ്മൾ പഴയ നിയമത്തിൽ പരിശോധിച്ചാൽ നമുക്കറിയാം, ജസ്സെ എന്ന് പറയുന്ന ഒരാൾക്ക് 8 മക്കളുണ്ടായിരുന്നു. അതിൽ 8-ാമത്തെ മകനായിരുന്നു ദാവീദ്. അദ്ദേഹം വെറും ഒരു ഇടയ ചെറുക്കൻ മാത്രമായിരുന്നു. എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോൾ ദൈവം അദ്ദേഹത്തിന് ഇസ്രായേലിൻ്റെ 2-ാമത്തെ രാജാവാക്കി മാറ്റി. ആദ്യത്തെ രാജാവ് സാവോളും 2-ാമത്തെ രാജാവ് ദാവീദുമായിരുന്നു. നമുക്കറിയാമല്ലോ. ഈ ദാവീദ് രാജാവായതിനു ശേഷം അദ്ദേഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എല്ലാ രാജാക്കന്മാരും യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഇദ്ദേഹം അലസനായി കിടന്നുറങ്ങി എന്നാണ്. നമുക്കറിയാം അലസത എന്നുള്ള പാപം എല്ലാ ദുർഗുണങ്ങളുടെയും മാതാവാണെന്ന് നമുക്കറിയാം. അലസത എന്ന് പറയുന്നത് എന്താണ് സത്യത്തിൽ? ഇപ്പോൾ എക്സാമിന് പഠിക്കേണ്ട ഒരു വിദ്യാർത്ഥി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അലസതയാണെന്ന് പറയും നമ്മൾ. പക്ഷേ സത്യത്തിൽ അലസനാണ്. അവൻ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അവൻ കളിക്കുന്ന ഒരു പ്രവൃത്തി ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അലസത എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല. പിന്നെയോ ദൈവം ഒരാളെ ഏൽപ്പിച്ച ജോലി ചെയ്യാതിരിക്കുക. ബാക്കി പലതും ചെയ്യുന്നുണ്ടാവും, പക്ഷേ എന്താണ് ദൈവം നമുക്ക് ഏൽപ്പിച്ച ജോലി, നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ ഒബ്ലിഗേഷൻസ്, അത് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് സത്യത്തിൽ അലസത എന്ന് പറയുന്നത്. അപ്പോൾ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് താൻ യുദ്ധത്തിന് പോകാതെ കിടന്നുറങ്ങുകയും ഉച്ച കഴിഞ്ഞ് അദ്ദേഹം പിന്നെ എഴുന്നേൽക്കുകയും ചെയ്തപ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവളെ വിളിച്ച് അവളുമായി പാപം ചെയ്തു എന്ന് വചനത്തിൽ വായിക്കുന്നു. അപ്പോൾ വ്യഭിചാരം എന്ന തിന്മ അദ്ദേഹം ചെയ്തതായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നു. പിന്നീട് നമുക്കറിയാം ആ തെറ്റ് മറച്ചു വയ്ക്കാൻ വേണ്ടി ബത്ശബയുടെ ഭർത്താവായ ഊറിയായെ ആളയച്ച് കൊല്ലിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യുദ്ധസ്ഥലത്തേക്ക് പട്ടാളക്കാരെ വിട്ട് ഊറിയായെ കൊല്ലിച്ചു. മാത്രമല്ല വിധവയായ ബത്ശബയെ പിന്നീട് അദ്ദേഹം കല്യാണം കഴിക്കുന്നു. ആളുകളൊക്കെ പറഞ്ഞു കാണും, ഓ എത്ര മഹാനായ രാജാവ്, ഒരു പടയാളി മരിച്ചു പോയിട്ട് വിധവയായ സ്ത്രീയെ വിവാഹം ചെയ്യാൻ മഹാമനസ്കത കാണിച്ച രാജാവ് എത്രയോ വലിയവനെന്ന് ആളുകൾ പറഞ്ഞു കാണും. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ സാധ്യമല്ലല്ലോ പ്രിയപ്പെട്ടവരെ. വീണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ, അമ്നോൻ എന്നു പേരായ മകൻ, അദ്ദേഹത്തിൻ്റെ തന്നെ മകളെ താമാറിനെ ബലാത്സംഗം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ദാവീദിൻ്റെ കുടുംബത്തിൽ അരങ്ങേറിയ തകർച്ചയുടെ കഥയാണ് ഈ പറയുന്നത്. ദാവീദിൻ്റെ മകൻ തന്നെ സ്വന്തം മകളെ അല്ലെങ്കിൽ പെങ്ങളെ, അമ്നോൻ്റെ പെങ്ങളെ, ദാവീദിൻ്റെ മകളെ തന്നെ ബലാത്സംഗം ചെയ്യുന്നതായിട്ട് ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. തുടർന്ന് പിന്നീട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു ദാവീദിൻ്റെ മറ്റൊരു മകനുണ്ട്, അബ്സലോം എന്ന് പറയുന്ന രാജകുമാരൻ. വലിയ മുടിയഴകുള്ള ആളായിരുന്നു. മുടിയെല്ലാം ഭംഗിയായിട്ട് നീട്ടിയൊക്കെ വളർത്തി കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം സുന്ദരനായിരുന്നു, നല്ല ഉയരമുള്ള ആളായിരുന്നു. അദ്ദേഹം തൻ്റെ സഹോദരിയായ താമാറിനെ അമ്നോൻ റേപ്പ് ചെയ്തുകൊണ്ട് അമ്നോനെ ഭക്ഷണമേശയിലിട്ട് വെട്ടിക്കൊല്ലുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ തകർച്ചയും കൊലപാതകവും വ്യഭിചാരവും ബലാത്സംഗവും തന്നെ അരങ്ങേറി ആരുടെ കുടുംബത്തിൽ? ദാവീദിൻ്റെ കുടുംബത്തിൽ. എന്നിട്ട് ആ ദാവീദിനെക്കുറിച്ച് വിശുദ്ധ ലൂക്ക എഴുതി വച്ചിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ. വായിക്കുന്ന ആൾ, ചിന്തിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം ചിന്തിക്കും, ഇതെന്താണ് ബൈബിളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്? ഇത്രയും
പിന്നെ തെറ്റുപറ്റിയ തകർന്ന് തരിപ്പണമായ, നമ്മൾ പറയില്ലേ ബോംബ് വന്ന് വീണ വീട് പോലെയായി എന്ന് പറയില്ലേ, അതുമാത്രം തകർന്ന് തരിപ്പണമായ ദാവീദിൻ്റെ ജീവിതത്തെ നോക്കി വിശുദ്ധ ലൂക്കായിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ. എന്താണാവോ കാര്യം? നമ്മളതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യണം. ഒരുപക്ഷേ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും ഇങ്ങനെ ചിന്ത വരാം. എൻ്റെ പഴയകാല ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പലരുടെയും പഴയകാല ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ്, ഇങ്ങനെയുള്ള ചില കഥകൾ, ധാരാളം കഥകൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കും. അവർ ജീവിതത്തിൽ നിരാശപ്പെടും. ഞാൻ ഇത്രയും മാരകമായ തെറ്റ് ചെയ്ത ആളാണ്, ഇനി എനിക്ക് കരകയറാൻ കഴിയില്ല. എന്നാൽ സുവിശേഷം നൽകുന്ന പ്രത്യാശ അതല്ല. സുവിശേഷം പറയുന്നത് എന്താണ്? നീ എത്ര തകർന്നു പോയവനാണെങ്കിലും, മുഖം നോക്കുന്ന കണ്ണാടി താഴെ വീണ് 1000 കഷ്ണങ്ങൾ പോലെ ചിതറിപ്പോയതാണെങ്കിലും നീ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാൽ കർത്താവ് നിന്നെ സ്വീകരിക്കും. ദാവീദ് എന്തുകൊണ്ട് പിന്നീട് അനുഗ്രഹിക്കപ്പെട്ടു? ശ്രദ്ധിക്കണമേ, ദാവീദ് എങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമായ മനുഷ്യനായി തീർന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദാവീദിൻ്റെ ജീവിതത്തിലെ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് ആഴത്തിൽ അനുതാപമുള്ള ആളായിരുന്നു. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ദൈവം ഒരു പ്രവാചകനെ അയച്ചു. ആ പ്രവാചകൻ്റെ പേര് നാഥാൻ എന്ന് പറയുന്ന പ്രവാചകനായിരുന്നു. ആ പ്രവാചകൻ വന്ന് ദാവീദിനെ തിരുത്തി കഴിഞ്ഞപ്പോൾ ദാവീദ് ന്യായീകരിച്ചില്ല. ആദത്തോട് ചോദിച്ചു, പഴം തിന്നോ? ഹവ്വ തന്നു എന്നാണ് പറഞ്ഞത്. ഹവ്വയോട് ചോദിച്ചപ്പോഴോ, സർപ്പം എന്നെ പറ്റിച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് ന്യായീകരണം, ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരിക. എന്നാൽ ദാവീദ് എന്താണ് ചെയ്തത്? തൻ്റെ തെറ്റ് സമ്മതിച്ചു. അദ്ദേഹം തെറ്റിനെ ന്യായീകരിച്ചില്ല, പാപം മറച്ചു വെച്ചില്ല. പഴയ നിയമത്തിൽ ആഖാനോട് ചോദിച്ചു, നീ പാപം ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അവൻ മോഷ്ടിച്ച വസ്തുക്കളൊക്കെ കൊണ്ട് കുഴിച്ചിട്ടേക്കായിരുന്നു, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ. ഇതുപോലെ ചില ആളുകൾ ഹൃദയത്തിൽ മൂടി വയ്ക്കും, ചിലർ ന്യായീകരിക്കും. ദാവീദ് അതിന് വിരുദ്ധമാണ്. ദാവീദ് തൻ്റെ തെറ്റുകൾ ദൈവം ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ തെറ്റിനെ ഓർത്ത് ഹൃദയപൂർവ്വം പശ്ചാത്തപിച്ചു. ഇത് നമുക്കുണ്ടാകേണ്ട ഒരു നല്ല ഗുണമാണ്, നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ തെറ്റ് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, മാതാപിതാക്കളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, ചിലപ്പോൾ ശത്രുക്കളായിരിക്കാം ചൂണ്ടിക്കാണിക്കുന്നത് ആണെങ്കിൽ, അത് ഒരു കണ്ണാടി എന്ന പോലെ നമ്മുടെ മുഖത്തേക്ക് വെച്ച് നീട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുറവുകളാണ്. നമ്മളതിനെക്കുറിച്ച് ഒരു റിപ്പൻറ്റൻസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് കരകയറി വരാൻ സാധിക്കും. ദാവീദിന് ആഴത്തിലുള്ള അനുതാപമുണ്ടായി. ദാവീദ് പൊട്ടിക്കരഞ്ഞു, തൻ്റെ പാപത്തെ ഓർത്ത് കരഞ്ഞു, പശ്ചാത്തപിച്ചു. അദ്ദേഹം ചാക്കുടുത്ത് ചാരം പൂശി അനുദപിച്ചു. ദാവീദിനുണ്ടായിരുന്ന വലിയൊരു ഗുണമാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും കഴിഞ്ഞകാല ജീവിതത്തിലെ കുറവുകളെ ഓർത്ത് അനുദപിക്കുകയും ആ തെറ്റ് ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും ചെയ്യണം. ഇതാണ് ദാവീദിനുണ്ടായ ഒന്നാമത്തെ ഗുണം. ദാവീദിനുണ്ടായ രണ്ടാമത്തെ ഗുണത്തെക്കുറിച്ച് 63-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. 63-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ് തന്നെ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നെന്നാണ്. അതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, ഉണങ്ങി വരണ്ട നിലം പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ഒരുപക്ഷെ കേരളത്തിന് പുറത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും, ഈ നിലങ്ങൾ, കൃഷിയിടങ്ങളൊക്കെ സൂര്യപ്രകാശം വലിയ ചൂടേറ്റ് വിണ്ട് കീറിക്കിടക്കുന്ന നിലങ്ങൾ കാണാൻ സാധിക്കും. വെള്ളം കിട്ടാതെ വരണ്ടുണങ്ങിക്കിടക്കുന്ന നിലം. അത് കാണുമ്പോൾ ഈ 63-ാം സങ്കീർത്തനത്തിലെ വാക്യമാണ് ഓർമ്മ വരുന്നത്, ഉണങ്ങി വരണ്ട നിലം പോലെ. ദൈവമേ, എൻ്റെ ശരീരം അങ്ങയെ കാണാതെ, എൻ്റെ മനസ്സ് അങ്ങയെ കാണാതെ തളരുന്നു. അപ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള വലിയ ദാഹമുള്ള ആളായിരുന്നു ദാവീദ്. ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന വലിയ ഗുണം ഈ ദാവീദിനുണ്ടായിരുന്നു. ഈ 2 ഗുണങ്ങളാണ് അദ്ദേഹത്തെ കരകയറാൻ സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാവീദ് വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തു. അദ്ദേഹം നല്ലൊരു കുടുംബനാഥനല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ പരസ്പരം കൊല ചെയ്തത് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തത് കണ്ടു. ഇതിലൊക്കെ പെട്ടുപോയിട്ടും ദാവീദിന് രക്ഷ കിട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? ആഴത്തിലുള്ള അനുതാപവും ദൈവത്തിന് വേണ്ടിയുള്ള ദാഹവുമാണ്. അതുകൊണ്ട് അദ്ദേഹം കരകയറി വന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കരകയറി വരാൻ സാധിച്ചത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചത് അപ്പോസ്തലപ്രവർത്തനം 13:22 പറയുന്നത്, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യരാകാൻ ദാവീദിന് സാധിച്ചത് ഈ ആഴത്തിലുള്ള അനുതാപവും ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ ആഴത്തിലുള്ള അനുതാപവും ദൈവത്തിന് വേണ്ടിയുള്ള ദാഹവും ഉണ്ടെങ്കിൽ നമുക്കും ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനായിട്ട് മാറാൻ സാധിക്കുമെന്നുള്ളതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നമുക്ക് ആഴത്തിലുള്ള അനുതാപവും ദൈവത്തിന് വേണ്ടിയുള്ള ദാഹവും ഉണ്ടായതിന് ശേഷം, ദാവീദിന് അങ്ങനെ ഉണ്ടായതിന് ശേഷം ഉള്ള ജീവിതം പലരും വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നില്ല. അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത മനസ്സിലാവുന്നത്. ദാവീദ് പിന്നീട് മാനസാന്തരത്തിന് ശേഷം ഒരു യു ടേൺ എടുത്തതുപോലുള്ളൊരു ചേഞ്ചാണ് വന്നത്.
പിന്നീട് അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം. പ്രത്യേകിച്ച് 22-ാം സങ്കീർത്തനം ഒന്ന് വിശകലനം ചെയ്ത് നോക്കണം. 22-ാം സങ്കീർത്തനം യേശുക്രിസ്തു കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച സങ്കീർത്തനമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് ഉപേക്ഷിച്ചു. ഈ വാക്യം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എവിടെയാണ് യേശുക്രിസ്തു കുരിശിൽ കിടന്ന് പറയുന്നത്? ആ വാക്യം എഴുതിയത് ദാവീദാണ്. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് ഉപേക്ഷിച്ചു. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്ന് പറയുന്ന വാക്യം ദാവീദ് എഴുതി വച്ചിരിക്കുന്നു. ദാവീദിന് ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവാണ്. തനിക്ക് ക്രിസ്തുവിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തനിക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം എന്തുമാത്രം വിശുദ്ധീകരിച്ചു തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. ദാവീദ് പഴയകാല ജീവിതത്തിൽ നിന്നും മുഴുവനായിട്ടും ശുദ്ധീകരിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ക്രിസ്തുവിൻ്റെ ദർശനങ്ങൾ കിട്ടുകയാണ്. ക്രിസ്തു ജനിക്കുന്നതിനും 1000 വർഷം മുമ്പാണ് ദാവീദ് സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത്. ആ 1000 വർഷം മുമ്പ് ദാവീദ് പറയുകയാണ്, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് ഉപേക്ഷിച്ചു. തീർന്നില്ല. 22-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ നാം പറയുന്നു, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു കൈ ക്രൂശിലെ ആണിപ്പഴുതിലേക്ക് അടിച്ചു കയറ്റി, രണ്ടാമത്തെ കൈ വലിച്ച് കുരിശിനോട് അടുപ്പിക്കുകയാണ്. അപ്പോൾ എത്തുന്നില്ല, ആ ഹോളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ വലിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരു കിറുകിരാ ശബ്ദം. കാരണം എന്താണ്? ഈ അസ്ഥികൾ ബന്ധം വിടുന്നതാണ്. പെസഹ കുഞ്ഞാടിൻ്റെ അസ്ഥി ഒടിയാൻ പാടില്ല, പക്ഷേ അസ്ഥികൾ ബന്ധം വിടുന്നതിനെക്കുറിച്ച് ദാവീദ് എഴുതി വച്ചിരിക്കുന്നു. 22-ാം സങ്കീർത്തനം 14-ാം വാക്യം, സത്യവേദ പുസ്തകത്തിൽ ആ വാക്യം എങ്ങനെയാണ്? വെള്ളം പോലെ ഞാൻ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികൾ ബന്ധം വിട്ടിരിക്കുന്നു. അസ്ഥികൾ ബന്ധം വിടുന്ന അനുഭവം ദാവീദിന് എങ്ങനെ എഴുതാൻ പറ്റി? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ദാവീദ് എഴുതി വെച്ചേക്കുക. ഇനി ദാവീദിൻ്റെ ജീവിതത്തിൽ അങ്ങനെ വല്ല അനുഭവം ഉണ്ടോ എന്ന് നമ്മൾ വേദപുസ്തകം അരിച്ചു പറക്കി നോക്കൂ. സാമുവേലിൻ്റെ 1-2 പുസ്തകങ്ങളിൽ ദാവീദിൻ്റെ കഥയുണ്ട്. പക്ഷെ അവിടെയൊന്നും വായിക്കുമ്പോൾ ദാവീദിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് എഴുതി വയ്ക്കുന്നില്ല. അപ്പോൾ അത് ആരിൽ നടക്കാനിരിക്കുന്നതാ? യേശുക്രിസ്തുവിൽ നടക്കാനിരിക്കുന്നത് ദാവീദിന് മുൻകൂട്ടി അനുഭവിക്കുകയാണ്. നോക്കൂ, അദ്ദേഹം എത്ര മോശക്കാരനായിരുന്നു. ദൈവം അനുദപിക്കുന്നതിന് മുമ്പ്, പശ്ചാത്തപിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അനുദപിച്ചു കഴിഞ്ഞപ്പോൾ നോക്കൂ, രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമാണ്. തീർന്നില്ല. 22-ാം സങ്കീർത്തനം 16-ാം വാക്യം, അവിടെ എന്താണ് പറയുന്നത്? അവർ എൻ്റെ കൈകാലുകൾ കുത്തി തുളച്ചു. 22-ാം സങ്കീർത്തനം 16-ഉം 18-ഉം വാക്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തു എന്ന് പറയുന്നു. മാത്രമല്ല എൻ്റെ കൈകൾ തുളച്ചു എന്ന് പറയുന്നു. ആരുടെ വസ്ത്രങ്ങളാണ് പങ്കിട്ടെടുത്തിരിക്കുന്നത്? ദാവീദ് മഹാനായ രാജാവ്, അദ്ദേഹത്തിൻ്റെ വസ്ത്രം ആരും പങ്കിട്ടെടുത്തിട്ടില്ല. എന്നാൽ യേശുക്രിസ്തു കാൽവരിയിൽ മരിക്കുമ്പോൾ അവൻ്റെ വസ്ത്രം പങ്കിട്ടെടുത്തിട്ടുണ്ട്. മാത്രമല്ല അവൻ്റെ കൈകാലുകൾ കുത്തി തുളച്ചിട്ടുണ്ട്. ദാവീദിൻ്റെ കൈയും കാലും ആരും കുത്തി തുളച്ചിട്ടില്ല. എത്ര സ്പഷ്ടമായ മനോഹരമായ പ്രവചനങ്ങൾ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് 1000 വർഷം മുമ്പ് ദാവീദിന് ദൈവം മനസ്സിലാക്കി കൊടുത്തത്. ഇതാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിന് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മാറുമ്പോൾ അയാൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദർശനങ്ങൾ അല്ലെങ്കിൽ ദൈവോന്മുഖമായി തീരുന്നു. സൂര്യകാന്തിപ്പൂ എന്നും സൂര്യനെ നോക്കി നിൽക്കുന്നത് പോലെ, വടക്ക് നോക്കി യന്ത്രം എപ്പോഴും വടക്കോട്ട് നോക്കിയിരിക്കുന്ന പോലെ, ക്രിസ്തുവിൻ്റെ മകനായി നീ മാറിയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു കേന്ദ്രീകൃതമായി മാറിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ചിന്ത, നിൻ്റെ സംസാരം, നിൻ്റെ പ്രവർത്തനമെല്ലാം ദൈവത്തിൻ്റെ തിരുഹൃദയത്തിന് യോഗ്യമായി തീരുന്നു. അതിനെയാണ് വേദപുസ്തകം പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് യോജിച്ച ഒരു മനുഷ്യനായി തീരുക എന്ന് പറയുന്നത്. അപ്പോൾ ദാവീദ് ഒരു ദൃഷ്ടാന്തമായിട്ട് നമുക്ക് ദൈവം കാണിച്ചു തരാണ്. എന്തിന്? ഇത്രയ്ക്കും തകർന്ന ആളാണെങ്കിലും നീ ഇതുപോലെ ദാവീദ് ചെയ്ത മഹാ അപരാധങ്ങൾ നമുക്കറിയാം. ഇതുപോലെ തകർന്ന് തരിപ്പണമായ മനുഷ്യരാണെങ്കിലും നീ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല, നീ കുറ്റബോധത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നു വെച്ചിരിക്കുന്നു. മകനെ, മകളെ, നിനക്കൊരു വഴി. ഏതാണ്? യേശുവിൻ്റെ ക്രൂശ് മരണം. അതിലേക്ക് നീ വന്നാൽ, ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നീ വന്നാൽ, ആ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുന്നു. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന് നിൻ്റെ പാപങ്ങൾ ഓരോന്നും എണ്ണി അവനോട് പറയുമെങ്കിൽ അവൻ നിൻ്റെ ഹൃദയത്തെ ഒരു വെള്ളക്കടലാസ് പോലെ നിർമ്മലമാക്കും. മാത്രമല്ല, ആ വെള്ളക്കടലാസിൽ യേശു ക്രിസ്തുവിൻ്റെ തിരുജനനം, അവൻ്റെ ക്രൂശീകരണം, അവൻ്റെ ഉദ്ധാനം, അവൻ്റെ പെന്തക്കോസ്ത മാത്രമല്ല, വരാനിരിക്കുന്ന ദിവ്യ തേജസ്സിൽ അവൻ വാനമേഘങ്ങളിൽ ദിവ്യ തേജസ്സിൽ വരാനിരിക്കുന്ന ആ ചിത്രം വരെ നിൻ്റെ ഉള്ളിൽ ദൈവം ആലേഖനം ചെയ്തു തരും. നമ്മൾ കുരിശിൻ്റെ വഴിയിൽ കാണുന്നത് പോലെ വെറോനിക്ക ആ തുവാലയിൽ കർത്താവിൻ്റെ തിരുമുഖം പതിഞ്ഞു കിട്ടിയതുപോലെ പാരമ്പര്യമായിട്ട് പറയുന്നതാണ്, വേദപുസ്തകത്തിലില്ല, പാരമ്പര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അങ്ങനെ ആ തിരുമുഖം പതിഞ്ഞു കിട്ടിയതുപോലെ നമ്മുടെ ഹൃദയത്തിലും കർത്താവിൻ്റെ തിരുമുഖം പതിഞ്ഞു കിട്ടും. ദൈവത്തിന് പ്രിയമുള്ള മനുഷ്യനായിട്ട് മാറും. താഴ്ന്ന ക്ലാസ്സിൽ ഒരു പക്ഷേ
രത്നാകരനെക്കുറിച്ചുള്ളൊരു കഥ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? രത്നാകരൻ എന്ന് പറഞ്ഞൊരു കൊള്ളക്കാരനായിരുന്നു. കാട്ടിലൂടെയൊക്കെ വരുന്ന സന്യാസിമാരൊക്കെ ആക്രമിച്ച് പിന്നെ പണമുണ്ടാക്കുന്ന രത്നാകരനാണ് പിന്നെ വലിയ പിന്നെ മഹർഷിയായിട്ട് തീർന്നത്. എങ്ങനെയാണ് സംഭവിച്ചത്? സപ്തർഷിമാർ കാട്ടിലൂടെ വന്നപ്പോൾ രത്നാകരൻ അവരെ ആക്രമിക്കുകയും അവരുടെ പൈസയൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ സന്യാസിമാർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. മാത്രമല്ല, രത്നാകര, നീ ചെയ്യുന്നത് കൊള്ളരുതായ്മയാണ്, നിനക്കിതിന് ഒരു ശിക്ഷയുണ്ട്, നീ നരകത്തിൽ പോകുമെന്നൊക്കെ പറഞ്ഞു. രത്നാകരൻ പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ സന്യാസിമാർ പറഞ്ഞു, ഓക്കെ, നീ ഇതിനൊരു ശിക്ഷയുണ്ടെങ്കിൽ നീ അത് ഏറ്റെടുക്കോ? അല്ല, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയേ ചെയ്യണേ. നീ നിൻ്റെ ഭാര്യയോടും മക്കളോടും ചോദിച്ചിട്ട് വാ, ഞങ്ങളിവിടെ നിൽക്കാം. ഈ ശിക്ഷ അവരും കൂടി ഏറ്റെടുക്കോ? നീ കുടുംബത്തിന് വേണ്ടിയല്ല ഈ കള്ളത്തരം മുഴുവൻ ചെയ്യുന്നത്, ഈ പിടിച്ചുപറിക്കൊക്കെ ചെയ്യുന്നത്. നീ പോയി നിൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ട് വാ, ഈ ശിക്ഷ നീ ഏറ്റെടുക്കുമെന്ന്. അങ്ങനെ സന്യാസിമാർ അവിടെ നിന്നു. രത്നാകരൻ പോയി കാട്ടിലുണ്ടായ സംഭവങ്ങൾ മുഴുവൻ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, മനുഷ്യ, നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ചോണം, ഞങ്ങളെ കിട്ടില്ല കേട്ടോ. കുടുംബത്തെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ പിടിച്ചു പറിക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസൊക്കെ നിങ്ങൾ അനുഭവിച്ചോണം. രത്നാകരൻ തലകുനിച്ച് സന്യാസിമാരുടെ അടുത്ത് തിരിച്ചെത്തി. സന്യാസിമാർ ചോദിച്ചു, എന്തുണ്ടായി? ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. രത്നാകരൻ പശ്ചാത്താപവിവശനായ സന്യാസിമാരോട് ചോദിച്ചു, എന്ത് ചെയ്യണം ഞാൻ? നീ ആ മരച്ചുവട്ടിലിരുന്ന് ദൈവത്തെ ധ്യാനിക്കുക. അങ്ങനെ മരച്ചുവട്ടിലിരുന്ന് രത്നാകരൻ ധ്യാനിക്കാൻ തുടങ്ങി. സന്യാസിമാർ പോയി. ഏറെ കാലം കഴിഞ്ഞ് സന്യാസിമാർ തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു ചിതൽപുറ്റ്, വാത്മീകം എന്ന സംസ്കൃത വാക്കിന് ചിതൽപുറ്റ് എന്നാണ് അർത്ഥം. ആ ചിതൽപുറ്റിൽ നിന്ന് അവനെ തട്ടിയെടുത്തു. അതാണ് വാത്മീകി എന്ന് പറയുന്ന മഹർഷി. പ്രിയപ്പെട്ടവരെ, താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ച കൊച്ചു കഥയാണെങ്കിലും വലിയൊരു സത്യം ഇതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഈ രത്നാകരന് 2 കാര്യങ്ങൾ സംഭവിച്ചു. എന്താണ് രത്നാകരന് സംഭവിച്ച 2 കാര്യങ്ങൾ? ഒന്ന്, രത്നാകരൻ പാപത്തെ വിട്ടു. അവൻ കൊള്ള ചെയ്യുന്നത്, പിടിച്ചു പറിക്കുന്നത്, തൻ്റെ കുടുംബത്തിന് വേണ്ടി തെറ്റായി പണമുണ്ടാക്കുന്ന പരിപാടി അവസാനിപ്പിച്ചു. അതുകൊണ്ട് മാത്രമായില്ല. ചില ആളുകൾ അങ്ങനെയാണ്, കുമ്പസാരിക്കും, പാപങ്ങളൊക്കെ ഏറ്റു പറയും, അത് ആദ്യ പകുതി മാത്രമേ ആവണുള്ളൂ. രത്നാകരൻ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ചു. ഇതാണ് കാര്യം, പാപങ്ങൾ ഉപേക്ഷിക്കുക. നമ്മൾ വായിക്കും, പഴയ നിയമത്തിൽ സുഭാഷിതങ്ങൾ 28 നമ്മൾ വായിക്കുന്നുണ്ട്, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. രത്നാകരൻ പാപം ഉപേക്ഷിച്ചു എന്നുള്ള സത്യം. ഉപേക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, 2ാം പകുതി ശ്രദ്ധിച്ചു കേൾക്കണം. 2ാമത്തെ കാര്യം, രത്നാകരൻ ദൈവത്തിൽ ലയിച്ചു. ആദ്യത്തെ പകുതി വളരെ സ്പഷ്ടമായിട്ട് പലരും നോമ്പ് കാലമൊക്കെ വരുമ്പോൾ ചെയ്യും, നന്നായിട്ട് കുമ്പസാരിക്കുകയൊക്കെ ചെയ്യും, ഓക്കെ. പക്ഷേ 2ാം പകുതി ചെയ്യില്ല. 2ാം പകുതി എന്താണ്? ദൈവത്തിൽ ലയിക്കുക. പാപത്തെ ഉപേക്ഷിക്കുക, ദൈവത്തിൽ ലയിക്കുക. ദൈവത്തിൽ ലയിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് വ്യത്യാസം ഉണ്ടായി. അദ്ദേഹം മറ്റൊരാളായി തീർന്നു, വാത്മീകി മഹർഷിയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, ദാവീദിന് ഇത് തന്നെയാണ് സംഭവിച്ചത്. ദാവീദ് പാപം ഉപേക്ഷിച്ചു, അതുകൊണ്ടായില്ല. ദാവീദ് ദൈവത്തിൽ ലയിച്ചു. അതുകൊണ്ടല്ലേ, ദൈവത്തിൽ ലയിച്ചത് കൊണ്ടല്ലേ ദാവീദിന് ദിവ്യങ്ങളായ ദർശനങ്ങളുണ്ടായത്. 22ാം സങ്കീർത്തനത്തിലെ കഥ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ 22, 23, 24 ഈ സങ്കീർത്തനങ്ങൾ അടുപ്പിച്ച് എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങൾ നോക്കണം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ സങ്കീർത്തനമാണ് 23ാം സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം അരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ 23ാം സങ്കീർത്തനം ദൈവം ഇടയനാണെന്നും, ആ 22ാം സങ്കീർത്തനം എന്താണ്? നമ്മൾ നേരത്തെ കേട്ടതുപോലെ നമുക്ക് വേണ്ടി യാഗമാകുന്ന ക്രിസ്തു. അപ്പോൾ 22-ൽ യാഗമാകുന്ന ക്രിസ്തു, ആ ക്രിസ്തു തന്നെയാണ് 23-ൽ ഇടയനായി വരുന്നത്. 24-ലോ തൻ്റെ സ്വർഗാരോഹണമാണ്. താൻ മുകളിലേക്ക് ഉയർന്നു പോകുന്നതാണ്. തൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ കർത്താവ്? യുദ്ധവീരനായ കർത്താവ് തന്നെ എന്ന് പറയുന്നു. എത്ര മനോഹരമാണ് 22, 23, 24 സങ്കീർത്തനങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീർന്നത് അദ്ദേഹത്തിൻ്റെ പഴയകാല ജീവിതം ആകെ തകർന്ന് തരിപ്പണമായതാണെങ്കിലും അദ്ദേഹം ആഴത്തിൽ അനുദപിച്ച് അദ്ദേഹം ദൈവത്തിന് വേണ്ടി ദാഹിച്ചപ്പോൾ മറ്റൊരു വ്യക്തിയായി തീർന്നു. ഇത് ദാവീദിന് മാത്രമല്ല, ദൈവവചനത്തിൽ ധാരാളം വ്യക്തികൾ അങ്ങനെ കണ്ടുമുട്ടാം. അതിലൊരാൾ ഞാനും നിങ്ങളുമായി തീരട്ടെ. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ച് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദിവ്യ ദർശനങ്ങളും ക്രിസ്തുവിനെക്കുറിച്ചുള്ള വാഗ്ദത്ത വചനങ്ങളും ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും
ആമേൻ.